ജമ്മുവിൽ നിന്നും ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബി ബാലഗോപാൽ, 5 മണിക്കാണ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത്. ഈ കഴിഞ്ഞ മണിക്കൂറുകൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണത്തിന്റെ സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു? അവിടുത്തെ ജനങ്ങളുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ, പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ എന്നറിയില്ല, എങ്കിലും പുറത്ത് വന്ന് നിൽക്കുകയാണെന്നൊരു സന്തോഷ വാർത്ത കൂടി നമുക്ക് പറയാൻ കഴിയും. അതെ, വളരെയധികം വലിയൊരു സന്തോഷമാണ് ജനങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്ന് വേണം കരുതേണ്ടത്. കാരണം ഈ നേരത്തെ ഒമർ അബ്ദുള്ള പറഞ്ഞ പ്രദേശങ്ങൾ, അതായത് പൂഞ്ച്, മെന്താർ, അതുപോലെ തന്നെ രജോരി തുടങ്ങിയ നഗരങ്ങളും പട്ടണങ്ങളും എല്ലാം ഇപ്പോൾ ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ വിജനമാണ്. ആൾക്കാരൊക്കെ ജമ്മുവിലേക്കും അതുപോലെ ഹിമാചലിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ പലായനം ചെയ്ത് കഴിയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അഖ്നൂറിലാണ്. അഖ്നൂറിലെ ഈ അങ്ങ് ദൂരെ കാണാം, അഖ്നൂറിലെ നിയന്ത്രണരേഖയ്ക്ക് അടുത്തുള്ള പ്രദേശത്താണ് നമ്മൾ ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ എല്ലാ ദിവസവും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഏതാണ്ട് എല്ലാ ദിവസവും ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്ന പ്രദേശമാണ് ഈ അഖ്നൂറിലെ ഈ നിയന്ത്രണരേഖയ്ക്ക് സമീപത്തുള്ള പ്രദേശങ്ങൾ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാകിസ്ഥാൻ്റെ ഷെല്ലിംഗ് ഉണ്ടായ സ്ഥലം കൂടിയാണ് ഈ അഖ്നൂർ. ഇത്തരം സ്ഥലങ്ങളിലുള്ളവർക്കെല്ലാം, ഈ അതിർത്തികളിലൊക്കെ ഉള്ളവർക്ക് ഒക്കെ ഇന്ന് മനസമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ വേണ്ടി കഴിയും. ആരെങ്കിലുമൊക്കെ അവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ദിവസമാണ്. 2 ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് വരാൻ വേണ്ടി പോകുന്നത്. പക്ഷേ നേരത്തെ ദിവിഷ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ ഒരു യഥാർത്ഥ ഒരു ഫീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ഉള്ള സേനാ വിന്യാസം കഴിഞ്ഞ ഒരു 10-12 മണിക്കൂറായി വളരെയധികം കൂടുന്നുണ്ട് എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം നിരവധി സൈനികർ ആ പ്രദേശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ വെടിനിർത്തൽ കരാറിന് മുമ്പുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കണം എന്ന് വേണം കരുതേണ്ടത്. കാരണം ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നൊരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഒരു പ്രകോപനം ഉണ്ടാകുകയാണെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാകാം അങ്ങനെ സൈന്യത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് വേണം കരുതേണ്ടത്. പക്ഷേ സ്വാഭാവികമായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സാധാരണക്കാരുടെ നഗരങ്ങളാണ്. ഇത് വലിയ പണക്കാരുടെ നഗരങ്ങളൊന്നുമല്ല. പൂഞ്ചും രജോരിയും മെന്താറും തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ഈ ആൾക്കാരുടെ നഗരങ്ങളാണ്. അവിടങ്ങളിലൊക്കെ ഒരു സ്റ്റാർ ഹോട്ടൽ പോലും കണ്ടെത്താൻ, അല്ലെങ്കിൽ അതുപോലും വളരെ വിരളമായ പട്ടണങ്ങളൊക്കെയാണ് ഈ പട്ടണങ്ങൾ. അത്തരം പട്ടണങ്ങളിലുള്ള വളരെ അതിദരിദ്രരായ മനുഷ്യരെയാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ യുദ്ധ സമാനമായ സാഹചര്യം ബാധിച്ചുകൊണ്ടിരുന്നത്. അവർക്കൊക്കെ ഈ വാർത്ത വലിയ ആശ്വാസകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പലരും ജമ്മുവിൽ നിന്നൊക്കെ തിരികെ ഒരിക്കലും സമീപകാലത്തൊന്നും തന്നെ തിരിച്ചു വരാൻ വേണ്ടി കഴിയില്ല എന്ന് കരുതി ഇവിടെ നിന്ന് പോയവർക്കൊക്കെ തിരിച്ചു വരാൻ വേണ്ടി പറ്റുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിന്ന് ഈ അഖ്നൂറിലേക്ക് വരുന്ന വഴി ഒരു കുടുംബത്തോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ എല്ലാ സ്വത്തും അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാ ഇതുവരെയുള്ള സമ്പാദ്യവും ഞങ്ങൾ ഈ പറയുന്ന ഒരു ചെറിയ വാഹനത്തിലായിരുന്നു അവർ സഞ്ചരിക്കുന്ന. ആ വാഹനത്തിൽ വച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. ബാക്കി ഞങ്ങൾക്ക് ഇനി ഒന്നും എടുക്കാനില്ല. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഏത് ഷെല്ലാണ്, ഏത് മോട്ടറാണ്, അതെല്ലാം ഞങ്ങളുടെ ബാക്കിയുള്ള സമ്പാദ്യങ്ങളൊക്കെ തകർക്കുക എന്നറിയില്ല. ഏതായാലും ഇനിയൊരു തിരിച്ച് ഈ സമീപകാലത്ത് നിന്നും വരാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ പോയത്. ഒരുപക്ഷെ ഇന്നത്തെയോ നാളത്തെയോ ഉണ്ടാകാൻ പോകുന്ന ഷെല്ലിങ്ങിൽ അവരുടെ വീട് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള സമാധാനത്തിന്റെ ഒരു ആകാശം അവിടെ കാണുന്നു. ആ ഒരു ആശ്വാസത്തിലേക്ക് അവിടുത്തെ ജനങ്ങൾക്ക് വേഗത്തിൽ മടങ്ങി വരാൻ കഴിയട്ടെ.